ഹലോ മക്കളെ, നമുക്ക് C++ പ്രോഗ്രാമിംഗ് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ഒരു കോഡ് സ്ക്രിപ്റ്റ് എന്നിട്ടാണെങ്കിൽ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. ഞാൻ നോക്കുക, ഒരു കോഡ് സ്ക്രിപ്റ്റ് എന്നപ്പോൾ ഉണ്ട്, ഒരു സമ്മിന്റെ പ്രോഗ്രാമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദി എബോവ് കോഡ് കേട്ടോ. അപ്പോൾ ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദി എബോവ് കോഡ് എന്ന് പറയും. ഇവിടെ നോക്കുക, ഒന്ന് ഇവിടെ ഐയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന 1 അവസാനിച്ചിരിക്കുന്നത് 10 അല്ലേ. അപ്പോൾ അവസാനിച്ച് 10 ദെൻ സമ്മ് കൊടുത്തേക്കുന്നത് സം ഈക്വൽ സം പ്ലസ് ഐ എന്ന് മാത്രമേ ഉള്ളൂ. ഇൻക്രിമെന്റ് ചെയ്തേക്കുന്നത് 1 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 10. അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് സമ്മ് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. യെസ്, നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഫൈൻഡ് ദ എലമെന്റ്സ് ഓഫ് ദി എബോവ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് ഒരു ലൂപ്പാണ് കൊടുത്തേക്കുന്നത്. ലൂപ്പിന് 4 എലമെന്റ്സ് ഉണ്ട്: ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ്, എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദി ലൂപ്പ്, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിനകത്ത് ഇനിഷ്യലൈസേഷൻ ചെയ്ത് നമുക്ക് i = 1 എന്താണ് ഇനിഷ്യലൈസേഷൻ. നെക്സ്റ്റ് i <10 എന്താ മക്കളെ ടെസ്റ്റ് എക്സ്പ്രഷൻ. സം ഈക്വൽ സം പ്ലസ് ഐ എന്താണ് മക്കളെ ബോഡി ഓഫ് ദി ലൂപ്പ്, ബോഡി ഓഫ് ലൂപ്പ്. i++ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ എലമെന്റ്സ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് റീറൈറ്റ് ദ എബോവ് കോഡ് യൂസിങ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് വെച്ച് റീറൈറ്റ് ചെയ്യുക. ഫോർ ലൂപ്പ് വെച്ച് റീറൈറ്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെ ഇടുക? ഫോർ ഇനിഷ്യലൈസേഷൻ നമ്മൾ i = 1, ടെസ്റ്റ് എക്സ്പ്രഷൻ i < 10, ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് i++. കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, സം = സം പ്ലസ് ഐ, കേർലി ബ്രേസ് ക്ലോസ് ചെയ്തു, CO സം. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം മക്കൾ? ഇത് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ വൈല് ഫോർ ഡു വൈ ലൂപ്പിന്റെ ഒക്കെ സിന്റാക്സ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ സോൾവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ് കേസ്, ബൈ.